ഞങ്ങൾ ശ്രുതിയുടെ ഡാഡിയും മമ്മിയും. ആ ഇരിക്കും. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ശ്രുതി പറഞ്ഞ് സാറിന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾക്ക് അവൾ ഒരേ ഒരു മോളേ ഉള്ളൂ. അതൊന്നായി. എന്തിനാ അറിയാം മക്കള്? ഇത്രയും സ്മാർട്ട്നെസ് ഉള്ള ഒന്നുപോലെ 5 എണ്ണത്തിന്റെ ഫലം ചെയ്യും. പക്ഷേ ഇത്തിരി കുസൃതി കൂടുതലാണോ ഒരു സംശയം. ഏയ്, കുസൃതി കുറവാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ കുസൃതി ആവാം. എങ്കിൽ അവൾ മറിച്ചാ ധരിച്ചു വെച്ചിരിക്കുന്നത്. 1-2 തവണ സാർ അവളെ ശാസിച്ചെന്നോ. പക്ഷെ അവൾക്ക് സാറിന് ഭയങ്കര കാര്യമാണ്. സാറിനും അവളെ വലിയ ഇഷ്ടമാണെന്നാണ് അവള് പറഞ്ഞത്. ചിലപ്പോ ഇതൊക്കെ ദൈവനിശ്ചയമായിരിക്കും. സാർ അവളുടെ അധ്യാപകനായി വന്നതും അവൾക്ക് സാറിനോട് മണ്ണാർക്കാട് ഒരു 100 ഏക്കർ റബ്ബർ, വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിൽ അനവധി. ബാങ്ക് ബാലൻസ് എത്രയെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. സാർ അത് കേട്ടാ ചിലപ്പോൾ വരണ്ടു പോകും. സാറിന്റെ കുടുംബം, സാമ്പത്തിക നില ഇതൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. അവളുടെ ഇഷ്ടം അതേ നോക്കുന്നുള്ളൂ. ഇനിയിപ്പോ സാറിന്റെ സൗകര്യം നോക്കി എപ്പോഴാന്ന് വെച്ചാൽ അതങ്ങ് നടത്തിക്കളയാം. കല്യാണം? അതെ, അതിപ്പോ ധൃതിയില്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരേ ഒരു മകളല്ലേ ഉള്ളൂ. അവളിപ്പോ മാനത്തെ അമ്പിളിമാവന് വേണമെന്ന് പറഞ്ഞാൽ പോലും പിടിച്ചു കൊടുത്തല്ലേ പറ്റൂ. അയ്യോ, മാനത്ത് ആകെ ഒരു അമ്പലമല്ലേ ഉള്ളൂ. അതിനെപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ മകൾ കൊടുത്ത ബാക്കിയുള്ളവരെന്ത്? സാറ് ഭയങ്കര തമാശയാണെന്ന് മോള് പറഞ്ഞു. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് നിങ്ങളുടെ മകളെ പിടിച്ചോണ്ട് പോയി ഒരു മനഃശാസ്ത്രജ്ഞനെ കാണിക്കണമെന്നല്ലേ. ഇങ്ങനെയാണ് സാറിന്റെ സംസാര രീതിയെന്ന് അവൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. സാറിനോട് അവൾക്ക് ഇഷ്ടം തോന്നാനുള്ള ഒരു പ്രധാന കാരണവും അത് തന്നെ. നിങ്ങളുടെ റബ്ബർ നിങ്ങളുടെ ഇരിക്കേ ഉള്ളൂ. സാറ് മറുത്തൊന്നും പറയരുത്. എനിക്ക് പറയാനുള്ളത് കേട്ടിപ്പോ. സാർക്ക് ഒന്നും പറയണ്ട, ആലോചിച്ച് പിന്നെ പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല. ആലോചിക്കാൻ പറഞ്ഞുണ്ട്. ടീച്ചറോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ? അതിങ്ങനെ നടക്കും. ഹാഫ് ഇയർ നിൽക്കുന്ന അധിക ദിവസമില്ല. കഴിഞ്ഞ ടൈമിന് കുഞ്ഞുങ്ങൾ മാത്സിന് അല്പം വീക്കായില്ലേ? ഇപ്രാവശ്യം മേക്കപ്പ് ടീച്ചർ എത്ര ഉഴപ്പിയാലും നന്നായി പഠിക്കുന്നുള്ളതാ ടീച്ചേഴ്സിന്റെ ഇടയിൽ നിങ്ങളുടെ പ്ലസ് പോയിന്റ്. നന്ദൻ സാറിനും ആ അഭിപ്രായ ആണോ? നന്ദൻ സാറിന് ഞങ്ങളെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അഭിപ്രായം മാറാൻ അധികം നേരമൊന്നും വേണ്ടല്ലോ. അത് പറയാനാ ഞാനിപ്പോ വന്നത്. ഇന്ന് ശ്രുതിയുടെ ഡാഡി നന്ദൻ സാറും സംസാരിച്ചല്ലേ? സാർ എന്തോ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആള് വലിയ സന്തോഷത്തിലാ. ചിലരൊന്നും ഇനി കൂടുതൽ പഠിക്കേണ്ടി വരില്ലെന്നാ തോന്നുന്നത്. അതാരാണ് ചിലര്? അത് അവർക്ക് തന്നെ അറിയാലോ. റഹ്മാൻ സാറും ഉണ്ട് മോളില്. നമുക്ക് എല്ലാവർക്കും ഇന്ന് ഡിന്നർ നന്ദൻ സാറിന്റെ വകയാ. ടൗണിൽ നിന്ന് ആള് വന്ന് നല്ല കോഴി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതാണ് ഒരു കോഴി ബിരിയാണിയുടെ മണം എനിക്ക് ഫീൽ ചെയ്തു. ആ, ഇനി നാളെ പഠിക്കാം. എല്ലാവരും വേഗം അങ്ങോട്ട് വാ. ടീച്ചർ നടന്നോ? ഞങ്ങൾ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരികളായിട്ട് അങ്ങോട്ട് വരാം. എവിടെ ചെയ്ത്? അവള് കുളിക്കുക. ദിവസം 7 പ്രാവശ്യം കുളിക്കും. ബാത്റൂമാനെന്ന് പറഞ്ഞ രോഗമൊക്കെ. എന്താണ് ഈ ക്ഷണത്തിന്റെ പുറകില്? നിന്റെ ഡാഡിയുടെ റബ്ബർ എസ്റ്റേറ്റിലും ബാങ്ക് ബാലൻസിലും സാറ് വീണോ? സാധ്യത ഇല്ലാതില്ല. വീഴുന്നൊരു ഫേസ് കട്ടുണ്ട് മൂപ്പർക്ക്. വരൂ, ഇരിക്കൂ. ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണെന്ന് വെച്ച് ഇപ്പൊ ഇരിക്കാം. അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡൻസ് ബന്ധത്തിനൊക്കെ മാറ്റം വരാൻ പോവുകയല്ലേ. ഇരിക്കൂ. സാർ എല്ലാ കാര്യവും ഞങ്ങളോട് പറഞ്ഞു. സാറിന് പെട്ടെന്നൊരു സർപ്രൈസ് ആയിപ്പോയേ. അച്ഛനും അമ്മയും വന്നത് കുട്ടിയുടെ. അച്ഛനും അമ്മയല്ല, ഡാഡിയും മമ്മി. ഡാഡിയോ കേടിയോ അതിലല്ല കാര്യം. സാറിന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അടിയന്തരമായ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. കല്യാണം ഇപ്പൊ വേണോ അതോ പഠിത്തം കഴിഞ്ഞു മതിയോ? ഉടനെ വേണമെന്നാണ് സാറിന്റെ അഭിപ്രായം. കാരണം സാറിന്റെ സാമ്പത്തികം കുറച്ച് വീക്കാണേ. ഈ ബാങ്ക് ബാലൻസിലും റബ്ബർ എസ്റ്റേറ്റിലും ഒക്കെ സാറിന് താല്പര്യമുണ്ട്. നിങ്ങളുടെയൊക്കെ ഡാഡി മമ്മി എങ്ങനെയാ? ഇതുപോലെ റബ്ബർ എസ്റ്റേറ്റും ബാങ്ക് ബാലൻസും ഒക്കെ ധാരാളം ഉണ്ടോ? എങ്കിൽ ശ്രുതിയെ മാത്രമല്ല, നിങ്ങൾ എല്ലാവരെയും ഞാൻ കേട്ടാ. അങ്ങനെയാണെങ്കിൽ സൗകര്യമായിരുന്നു. ഞാൻ വന്ന് അവിടെ അങ്ങ് താമസിച്ചാൽ മതിയല്ലോ. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമയുണ്ട്. ഈ വീട് അങ്ങ് ഒഴിഞ്ഞു കൊടുക്കാം. അതെ അതെ. അപ്പൊ ആ വീടിന് മാത്രം വാടക കൊടുത്താൽ മതിയല്ലോ. എന്ത് പറയുന്നു? ഇന്ന് വന്നല്ലോ ശ്രുതിയുടെ ഡാഡിയും മമ്മിയും. 3-4 മാസം മുൻപ് ഇതേ ഡാഡിയും മമ്മിയും പ്രിൻസിപ്പലിന്റെ റൂമിലുണ്ടായിരുന്നു. അന്നവർ വേറെ ഏതോ കുട്ടിയുടെ ഡാഡിയും മമ്മിയായിരുന്നു. അയ്യോ, നേരത്തെ തെറ്റുപറ്റിയതാ. സത്യമായിട്ട് അതിന്റെ ഡാഡിയും മമ്മിയാ. ആ കാർ അവിടെ നിന്ന് സംഘടിപ്പിച്ചു. ഡാഡിക്കും മമ്മിക്കും വാടക എത്ര കൊടുത്തു? ഡാഡി ടൗണിൽ ടാക്സി ഡ്രൈവർ ആണല്ലോ. അപ്പൊ കൂലിയല്ല, വാടക. അതെ അതെ. ആ ഇരിക്കും. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് പോവാം. നാരായണ നേരെ നാരായണ, റബ്ബർ എസ്റ്റേറ്റ് എത്ര ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞേ? ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്നാ പറഞ്ഞേ? പോകാൻ പറ്റേ. ഇങ്ങോട്ട് മാറി നിൽക്ക. നീ ആര്? കോളേജിലെ ബ്യൂട്ടിയോ അതോ കോളേജിലെ റൗഡിയോ? നീ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചേ? നിന്റെ പെറ്റി ട്രിക്സ് വീഴുവന്നോ? ഒരിക്കൽ നിനക്ക് ഞാൻ വാണിംഗ് തന്നതല്ലേ?
സോ അത് ഒരു വാർണിംഗ് അല്ലെങ്കിൽ 2 വാർണിംഗ്. ഇനി നിന്നെ എന്റെ ക്ലാസ്സിൽ കണ്ടുപോരുന്നു. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാളെ കോളേജിൽ ഉണ്ടാവും. നിനക്ക് ടി സി ഒന്നും അയച്ചില്ലെങ്കിൽ എന്റെ പേര് നന്ദകുമാരവർമ്മ എന്നല്ല. കഴുതേ ഈഡിയറ്റ്, സ്റ്റുപ്പിഡ്. സാർ രാത്രിയിൽ ഒരു ഓർഡർ. ഇറങ്ങി പോടോ. അവിടെ നിൽക്ക്. എന്താ എന്താ ആ മരം കൊണ്ടും പിന്നെ രസം ഒഴിച്ചോ? ഒന്ന് മിണ്ടാ തിരിയെടുത്തി. ശ്രുതി നിക്ക് നിക്ക് നിക്ക്, ഞാൻ വിളിക്കാം. അതെ മോളെ അതോ പറഞ്ഞ ചേട്ടത്തി വിളിക്കുന്നത്. ഭയങ്കര ചൂടില്ല. ചേട്ടത്തി വാ, അവളവിടെ കിടക്കട്ടെ. കുറെ നേരമായല്ലോ അത് വാതിലടച്ച് അകത്തിരിക്കുന്നു. ഞാൻ പോയി വിളിക്കട്ടെ. മറിയാമ്മ ചേട്ടത്തിക്ക് അറിഞ്ഞൂടെ അവളുടെ സ്വഭാവം. വരുമ്പോ വരട്ടെ. എടി മങ്ങിനി, ഞങ്ങൾ ചോറുണ്ടാൻ പോവാ. നിനക്ക് വേണമെങ്കിൽ വാ. എനിക്കൊന്നുമില്ല മങ്ങിനി, ഒന്ന് കളിപ്പിക്കാൻ നോക്കി പിടിക്കപ്പെട്ടു. ചമ്മീൻ അങ്ങ് സമ്മതിക്കേ. ഉശിരുള്ള ആണുങ്ങളുടെ അടുത്ത് വെള്ളത്തിൽ നടക്കത്തില്ലെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത്തിരി ഓവർഡോസ് കളി വേണ്ടാന്ന്. ഇങ്ങനെ ഇപ്പൊ കൈയോടെ പിടികൂടുമെന്ന് കരുതിയോ? എന്നാലും ചീത്ത പറഞ്ഞെടുത്ത് നിർത്തായിരുന്നു സാറിന്. നിന്നെ അടിക്കാൻ കയ്യൊങ്ങിയതിന് അയാൾക്ക് മാപ്പില്ല. ആ പടക്കം അടിക്കാൻ കയ്യൊങ്ങിയെന്നോ? ഈ കുഞ്ഞിന് ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ച അയാള്. എന്റെ മറിയാമ്മ ചേർത്തി, റിയൽ മാൻ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. സാറിന് ദേഷ്യം വന്നപ്പോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നല്ലേ? മൂക്കൊക്കെ ചുമന്ന് തുടുത്ത്. എങ്ങനെ ഇപ്പൊ നീ സാറിന്റെ ആളായോ? ആ എന്നും പറയാം, ആ ഇല്ലെന്നും പറയാം. നിനക്കെന്ത് പറ്റി? ഒരു പ്രതിക്ക് മാപ്പ് കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണല്ലോ, അതും ആദ്യമായി കരയിപ്പിച്ച ഒരാൾക്ക്. ആ കരച്ചിലിനിടയിലൂടെ ഉള്ളിൽ എന്തോന്ന് വീണുടഞ്ഞോ? ആ പേഴ്സണാലിറ്റിയുടെ മുമ്പിൽ ഒന്ന് പതറിയോ? ആണോ എനിക്കറിയില്ല. Tell me the truth. You started loving him? Answer my question. Do you love him? I think so. ക്ലാസ് കയറിയില്ലേ? വൈകിട്ട് 5:30 കുറുമ്പനാട്ടേക്കൊരു ഫാസ്റ്റ് ഉണ്ട്. TC കിട്ടിയിരുന്നാല് എനിക്ക് അതേ കയറി ഒന്ന് പോകാമായിരുന്നു. TC റെഡിയാകുമ്പോ അറ്റൻഡർ ക്ലാസ്സിൽ ഒന്ന് വിളിക്കും. എപ്പോ റെഡിയാവും സർ? അല്ല, ഞാൻ ഒരുപാട് നേരമായി TCക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. കുട്ടി ക്ലാസ്സിൽ ചെന്നിരിക്കും. അപ്പൊ ഞാൻ പോണ്ടേ സർ? വേണ്ട. സാർ പ്രിൻസിപ്പളോട് കംപ്ലൈന്റ് ചെയ്തില്ലേ? ഇല്ല. എനിക്കറിയാം സാറ് കംപ്ലൈന്റ് ചെയ്യില്ലെന്ന്. കാരണം സാറിന് എന്നെ ഇഷ്ടമാണ്. ആര് പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമാണ്? ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ സാർ എന്നെ വഴക്ക് പറയുന്നത്. അല്ലെ പിന്നെ ഈ കോളേജിൽ 1632 പിള്ളേരെ സാർ വഴക്ക് പറയാറുണ്ടോ? ദാറ്റ് മീൻസ് അവർക്ക് ആർക്കും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത എനിക്കുണ്ട്. അവരാരെ ശ്രദ്ധിക്കുന്നേക്കാൾ കൂടുതൽ സാർ എന്നെ ശ്രദ്ധിക്കുന്നു. ബിക്കോസ് യു ലൈക്ക് മീ. സാർ ഇടയ്ക്കിടയ്ക്ക് അലമേലിനെ വഴക്ക് പറയണം. അലമേലിനോട് വലിയ ഇഷ്ടാ. ബിക്കോസ് I love you.